ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 19 കൊല്ലമായി കുറേ സിനിമകളിൽ ഞങ്ങൾ അഭിനയിച്ചു. ഇതൊരു വലിയ സന്തോഷകരമായ നിമിഷമാണിത്. ഷാജുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിനയ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വേഷമാണ് ഈ സിനിമയിൽ. അതിന് അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മനസ്സ് കാണിച്ച ഡോൺ മാക്സിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഈ സിനിമയ്ക്ക് ശുക്ർ നടിക്കട്ടെ. ശുക്ർ നടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞിട്ട് ശുക്ര സിനിമയും കൂടെ റിലീസ് ആവുന്നുണ്ടോ? അതുകൂടെ എനിക്ക് നടത്തണം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു സമയത്ത് മലയാള സിനിമ സംവിധായകന്റെയോ അല്ലെങ്കിൽ അതിൽ പ്രധാന നടന്റെയോ പ്രൊഡ്യൂസറിന്റെയോ പ്രൊഡക്ഷൻ കമ്പനിയുടെയോ ഒക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി മലയാള സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ അതാരാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, എഡിറ്റർ ആരാണ്, ഇതെല്ലാം നോക്കിയിട്ട് ക്യാമറ DOP ആരാണെന്നത് നോക്കിയിട്ട് മലയാളികൾ സിനിമ കാണുന്ന ഒരു കാലമാണ്. മലയാള സിനിമ വളർന്നതോടൊപ്പം മലയാളികളെയും സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മലയാളികളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ തപ്പിപ്പിടിക്കാൻ ഒരു സിനിമ അവരുടെ മനസ്സിലേക്ക് അത്രത്തോളം എത്തിച്ച ഒരുപാട് ഗംഭീര ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ഒരു പ്രചോദനമായത്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച മിടുക്കന്മാരിൽ ഒരാളാണ് ഈ സിനിമയുടെ എഡിറ്ററും റൈറ്ററും ഡയറക്ടറും എല്ലാമായ മിസ്റ്റർ ഡോൺ മാക്സ്. ഒരു സമയത്ത് പ്രത്യേകിച്ച് ഷാജാന്റെ ഒക്കെ സിനിമയിലൂടെ ഇത് ആരാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നു, എന്തൊരു വല്ലാത്ത ഇതുവരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗംഭീര കട്സുമായിട്ട് വന്ന ഈ എഡിറ്റർ ആരാണെന്ന് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുപാട് പേരെ ചോദിച്ച് കണ്ടുപിടിച്ച ഒരു പേരാണ് ഡോൺ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമ, അത് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ ആ കഴിവ് അദ്ദേഹത്തിന് കൂടുതൽ ഇനിയും മലയാളികളെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്.